ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിഗ്ലോറിയ ഫൗളറി മൂലമുണ്ടായ മസ്തിഷ്ക ജ്വരമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ബ്രെയിൻ ഈറ്റിംഗ്, മസ്തിഷ്ക ഭോജി അമീബ എന്നൊക്കെ പേര് വിളിക്കാറുണ്ട്. ജർമ്മൻ പ്രോട്ടോസുവോളജിസ്റ്റ് ആയിട്ടുള്ള കെർട്ട് നെഗ്ലറോടുള്ള ആദരമായിട്ടാണ് ഇതിൻ്റെ ജീനസ് നാമമായിട്ട് നെഗ്ലേറിയ നൽകിയിരിക്കുന്നത്. ഈ രോഗചികിത്സയിൽ ആദ്യമായിട്ട് ഏർപ്പെടുകയും അതിൽ വലിയ സംഭാവനകളും നൽകിയ ഓസ്ട്രേലിയൻ പത്തോളജിസ്റ്റ് ആയിട്ടുള്ള മാൽക്കം ഫൗലേറിയോടുള്ള ആദരമായിട്ടാണ് ഇതിന് ഫൗലേറി എന്ന സ്പീഷീസ് നാമവും നൽകിയിരിക്കുന്നത്. ഇത്തരം അമീബകൾക്ക് 3 ഘട്ടമുണ്ട്. അമീബോയിഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ചലനമുള്ള ട്രോഫോയിസിറ്റ് ഘട്ടം, പിന്നെ സിസ്റ്റ്, അതിൽ നിന്നുള്ള ഫ്ലാജല്ലകളുള്ള രൂപം. നിഗ്ലേറിയ ഫൗളറി ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്, തണുത്ത വെള്ളത്തിലല്ല. ബാക്ടീരിയകളെയും മറ്റു സൂക്ഷ്മജീവികളെയും ഒക്കെ തിന്ന് ജീവിക്കുന്ന ഇവ നനഞ്ഞ മണ്ണിലും വെള്ളത്തിലും പുഴകളിലും കുളത്തിലും തടാകത്തിലും ഒക്കെ ഉണ്ടാകാം. ഒഴുക്കുള്ള വെള്ളത്തിൽ ഇവയുടെ സാന്നിധ്യം കുറയാനാണ് സാധ്യത. എങ്കിലും പുഴകളുടെയൊക്കെ അരികിലൊക്കെ വലിയ ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന ചില പോക്കറ്റുകൾ ഉണ്ടാകുമല്ലോ, അവിടെയും ഇവയുടെ സാന്നിധ്യം ഉണ്ടാകാം.